ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസിൻ്റെ പേര് CA പർവം എന്നാണ്. സി എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർസ്. അതായത് 2025-26 വർഷങ്ങളിൽ പ്രധാനമായിട്ടും ചോദിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ അത് നിങ്ങളിലേക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ISRO മിഷൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഏത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവൽ പരീക്ഷയാണെങ്കിലും അതിൽ പ്രധാനമായിട്ടും ചോദിച്ച ഒരു ചോദ്യ മേഖലയാണ് ISRO മിഷൻസ് എന്ന് പറയുന്നത്. 2023 ചന്ദ്രയാൻ വിക്ഷേപിച്ചതെങ്കിലും ഇപ്പോഴും പല പരീക്ഷകളിലും ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ISRO മിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ISRO മിഷൻസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക്, PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് GSAT-7R എന്ന് പറയുന്ന ISROയുടെ രണ്ടാമത്തെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണത്തെക്കുറിച്ചാണ്. 2025 ഡിസംബർ 24 ബ്ലൂബേർഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്ന ഒരു വിക്ഷേപണം ഉണ്ടായിരുന്നു. കറൻ്റ്ലി അതാണ് ISROയുടെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പം അതിനു മുൻപ് ISROയുടെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണമായിരുന്നു ഈ GSAT-7R. കറൻ്റ്ലി സെക്കൻഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 2025 ഡിസംബർ 24 ബ്ലൂബേർഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ്, അതാണ് കറൻ്റ്ലി ഏറ്റവും കൂടുതൽ വെയിറ്റ് ഭാരമേറിയ ISROയുടെ വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു GSAT-7Rമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഡേറ്റ് ഓർത്തിരിക്കണം. 2025 നവംബർ 2 GSAT-7R. ഓക്കെ, ഏതാണ് GSAT-7R എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. 2025 നവംബർ 2 GSAT-7R എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, വാർത്താവിനിമയ ഉപഗ്രഹം ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് സ്റ്റേഷനാണ് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് ലോഞ്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03, CMS എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ശരിയാണ്. വളരെ ഭാരമേറിയ ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഇത്തരം ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന LVM റോക്കറ്റിലാണ് വിക്ഷേപിക്കുക. ഭാരമേറിയ ഉപഗ്രഹങ്ങൾ സാധാരണയായി ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റുകളാണ് വിക്ഷേപിക്കുന്നത്. LVM-3യുടെ മൂന്നാമത്തെ ഓപ്പറേഷൻ പറക്കലാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നു, വിക്ഷേപിച്ച സ്ഥലം പറഞ്ഞിരുന്നു, അതുപോലെ സാറ്റലൈറ്റിൻ്റെ പേര് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് LVM-3 തന്നെയാണ്. പക്ഷെ അതിൻ്റെ മൂന്നാമത്തെ ഓപ്പറേഷൻ പറക്കലല്ല, 5ാമത്തെയാണ്. ഇപ്പം നമ്മൾ ചന്ദ്രയാൻ പഠിക്കുന്ന സമയത്ത് ചന്ദ്രയാൻ്റെ റോക്കറ്റ് ഏതാണ്? LVM-3 മാർക്ക് 4 ആണ് ചന്ദ്രയാൻ്റെ റോക്കറ്റ് എന്ന്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ്. അപ്പോൾ ഈ മാർക്ക് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 4ാമത്തെ ഓപ്പറേഷൻ പറക്കലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ GSAT-7R എന്ന് പറയുന്നത് LVM-3യുടെ 5ാമത്തെ ഓപ്പറേഷൻ പറക്കലാണ്, 3ാമത്തെ അല്ല. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതൊരു വാർത്താ വിനിമയ ഉപഗ്രഹമാണ്. അപ്പോൾ അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു. അത് ശരിയാണോ? ഒരിക്കലും ഭാരം കുറവല്ല. ഞാൻ പറഞ്ഞിരുന്നു ഈ 2025 ഡിസംബർ 24 ബ്ലൂബേർഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് വരെ ISROന്റെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണമായിരുന്നു GSAT-7R എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭാരം ഒരിക്കലും കുറവല്ല, കൂടുതലായിരുന്നു. എത്രയാണ്? ഏകദേശം 4100 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. അല്ലെങ്കിൽ ടണ്ണിൽ പറയുകയാണെങ്കിൽ 4 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 4 ടൺ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ാമത്തെയും 3ാമത്തെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് 1ഉം 3ഉം ശരി എന്ന് പറയുന്നതാണ് ആൻസർ. 172/2025 BFO പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കൃത്യമായ പോയിന്റ് അറിഞ്ഞിരിക്കുക. 2025 നവംബർ 2-ാം തീയതിയാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ഉപയോഗിച്ച റോക്കറ്റാണ് LVM-3 Mark 5 എന്ന് പറയുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് അറിഞ്ഞിരിക്കണം, 4100 കിലോഗ്രാം ആണ്. ഓക്കെ, അല്ലെങ്കിൽ 4 ടൺ. ഇനി അടുത്തത് NVS-02. NVS എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ NVS-02 എന്ന് പറയുന്ന 2025 തുടക്കത്തിൽ ISRO വിക്ഷേപിച്ച റോക്കറ്റാണ് NVS-02 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISROയുടെ 100ാമത്തെ വിക്ഷേപണമാണ്. ISROയുടെ 100ാമത്തെ വിക്ഷേപണമായിരുന്നു NVS-02 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് അറിഞ്ഞിരിക്കുക. 2025 ജനുവരി 29-നാണ് NVS-02 എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. ISROയുടെ 100ാമത്തെ വിക്ഷേപണമാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി GSLV F12 അല്ല, GSLV F15 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ GSLV F15 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ആക്ച്വലി ഈ പറയുന്ന NVS-02 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ തെറ്റായത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തെറ്റായത് ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. GSLV F12 അല്ല, ഏതാണ്? F15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. GSLV F15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ LPST 40/2025 ചോദിച്ച ചോദ്യമാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 2025 ജനുവരി 29-നാണ് NVS-02 എന്ന് പറയുന്ന ISROയുടെ 100ാമത്തെ ദൗത്യം വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഓക്കെ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് GSLV F15 എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വിക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് മാട്രോൺ പരീക്ഷയിൽ 149/2025 മാട്രോൺ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. സോ ISROയും നാസയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു നിസാർ എന്ന് പറയുന്നത്. നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. N for NASA, I for ISRO, S for സിന്തറ്റിക്, A for അപ്പർച്ചർ, R for റഡാർ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ISROയുടെയും നാസയുടെയും സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ലോഞ്ച് ചെയ്ത ദിവസമാണ് അറിഞ്ഞിരിക്കുക 2025 ജൂൺ 30-നാണ്. 2025 ജൂൺ 30-നാണ് ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റാണ് GSLV F16 എന്ന് പറയുന്നത്. GSLV F16 എന്ന് പറയുന്ന റോക്കറ്റാണ് ഇവിടെ ലോഞ്ചിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. GSLV F15 എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? NVS-02 ആയിരുന്നു. ഇവിടെ GSLV F16 ആണ് ഇവിടെ ഉപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നാസയുടെയും ISROയുടെയും സംയുക്തമായി നടത്തിയ ദൗത്യമാണ്. അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. അതും ശരിയാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ആണോ? GSLV ഏതാണ്? F16 എന്ന് പറയുന്ന റോക്കറ്റിലാണ് നിസാർ എന്ന് പറയുന്ന ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതായത് നിസാർ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് GSLV F16 എന്ന് പറയുന്ന റോക്കറ്റിലാണ്. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇതിന് ഡുവൽ ഫ്രീക്വൻസി റഡാർ ആണുള്ളത്. ഡുവൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും ഭൗമ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഭൂമിയുടെ അകത്തുള്ള മാറ്റങ്ങൾ അറിയാൻ പറ്റും, അതുപോലെ തന്നെ ഭൂമിയുടെ പുറത്തുള്ള മാറ്റങ്ങളും ആർക്കറിയാൻ പറ്റും? ഈ ഒരു സാറ്റലൈറ്റിന് അറിയാൻ പറ്റും. ഇപ്പോൾ അകത്ത് എന്ന് പറയുമ്പോൾ ഭൂകമ്പം, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം, ഇങ്ങനെയുള്ള മാറ്റങ്ങളും ഭൂമിക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റ് പോലെയുള്ള സംഭവ വികാസങ്ങളും ഇതിനറിയാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഡുവൽ ഫ്രീക്വൻസി റഡാർ.
ഓക്കെ, വിക്ഷേപിച്ച തീയതി 2025 ജൂൺ 30. റോക്കറ്റാണ് GSLV F-16. സോ ഇവിടെ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതാണ്? 1ഉം 2ഉമാണ് ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 167/2025 ഫയർ വുമൺ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായിരുന്നു ആദിത്യ L1 എന്ന് പറയുന്നത്. 2023 സെപ്റ്റംബർ 2 ഇത് ആക്ച്വലി വിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, നോക്കി നോക്കാം. അപ്പോൾ ഫയർ വുമൺ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം എന്നതാണ് നമ്മുടെ ചോദ്യം. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ്. ഓക്കെ, സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യ ദൗത്യമാണ്. അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2023 സെപ്റ്റംബർ 2 PSLV-C-57 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡേറ്റ് അറിഞ്ഞിരിക്കണം. 2023 സെപ്റ്റംബർ 2 റോക്കറ്റാണ് PSLV-C-57. സൂര്യന്റെ അടുത്തുള്ള L4 ലഗ്രാഞ്ച് പോയിന്റിലാണ്. L4 ലഗ്രാഞ്ച് പോയിന്റ് അല്ല, L1 ആണ് കേട്ടോ. L4ന് പകരം L1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? L1 പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ 1.5 മില്യൺ അകലെ ഭൂമിയിൽ നിന്നാണ് കേട്ടോ, എർത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് ഈ L1 പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. സോ L1 പോയിന്റ് ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ്, അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി L1 പോയിന്റിൽ എത്തിയ ദിവസമാണ് 2024 ജനുവരി 6. 2024 ജനുവരി 6 ഈ L1 പോയിന്റിൽ ആരെത്തുന്നത്? ഈ പറയുന്ന ആദിത്യ L1 എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം എത്തുന്നത്. സോ ഇവിടെ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റോക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2023 നടന്ന ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെ. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആദിത്യ L1മായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. ഈ ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്. ശരിയല്ലാത്തവ ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം പറയുന്നില്ല. ശരിയല്ലാത്തവ ഏതാണ് എന്നാണ് ചോദ്യം. ആദിത്യ L1മായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഇനി 2023 സെപ്റ്റംബർ 2 PSLV-C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അതും ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ. സൂര്യനിൽ നിന്നാണോ? 1.5 മില്യൺ കിലോമീറ്റർ ശരിയാണ്. പക്ഷെ എന്താണ്? സൂര്യനിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 എന്ന് പറയുന്ന പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള. CPO ഡ്രൈവർ എക്സാമിൽ 86/2025 CPO ഡ്രൈവർ പരീക്ഷയിൽ, പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ബിക്കോസ് സൂര്യനിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്ത്യയുടെ മറ്റൊരു ബഹിരാകാശ ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്പെയ്ഡെക്സ് ആണ്. സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് സ്പെയ്ഡെക്സിന്റെ ഫുൾ ഫോം. അപ്പൊ സ്പെയ്ഡെക്സിന്റെ ഫുൾ ഫോം എന്താണ്?
സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെയ്ഡെക്സ് വിക്ഷേപിച്ച ഡേറ്റ് ആണ് 2024 ഡിസംബർ 30 കേട്ടോ. 2024 ഡിസംബർ 30-നാണ് PSLV-C 60 എന്ന് പറയുന്ന റോക്കറ്റിൽ, ഏത് റോക്കറ്റാണ്? PSLV-C 60 എന്ന് പറയുന്ന റോക്കറ്റിലാണ് സ്പെയ്ഡെക്സ് വിക്ഷേപിച്ചിട്ടുള്ളത്. PSLV-C 60 എന്ന് പറയുന്ന റോക്കറ്റിലാണ് നമ്മുടെ സ്പെയ്ഡെക്സ്, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന ഫുൾ ഫോമിലുള്ള സ്പെയ്ഡെക്സ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ പ്രഥമ ഡോക്കിംഗ് ഒരു ഓപ്പറേഷനാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ കംപ്ലീറ്റ് ആക്കിയത്, അതായത് ഈ ഒരു ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 2 സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ വെച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ കൂട്ടിമുട്ടിപ്പിക്കുക, ഇതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുക. സോ അങ്ങനെ സക്സസ്ഫുള്ളി ഇന്ത്യ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ആണ് 2025 ജനുവരി 16. ഓക്കെ, സോ 2024 ഡിസംബർ 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV-C 60 റോക്കറ്റിൽ വിക്ഷേപിച്ച സ്പെയ്ഡെക്സ് 2025 ജനുവരി 16-ന് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുന്നുണ്ട്. ഓക്കെ, ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുന്നുണ്ട്. ഓക്കെ, സോ 128/2025 സ്റ്റോർ കീപ്പർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ ദൗത്യത്തിന്റെ പേരാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. വിക്ഷേപിച്ച ഡേറ്റ് ആണ് 2024 ഡിസംബർ 30. ഇനി 2025 ജനുവരി 16-ന് ഇത് ഡോക്കിംഗ് ചെയ്തു. ഇങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേരാണ് സ്പെയ്ഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം അതിന്റെ എല്ലാ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. സോ സ്പെയ്ഡെക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് അഥവാ ഡോക്കിംഗ് ചെയ്യിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? സോ 2 ഉപഗ്രഹങ്ങളാണല്ലോ സ്പേസിൽ വെച്ച്, ബഹിരാകാശത്ത് വെച്ച് ഇങ്ങനെ കൂട്ടിമുട്ടിക്കേണ്ടത്. സോ ആ ഉപഗ്രഹങ്ങളുടെ പേര് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ സ്പെയ്ഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മൊത്തം എടുക്കുക, XDX. സോ XTX-01 XTX-02 എന്ന് പറയുന്ന 2 സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡോക്കിംഗ് സാധ്യമാക്കിയിട്ടുള്ളത്. സോ ഇവിടെ ഉപയോഗിച്ച 2 സാറ്റലൈറ്റിന്റെ പേരാണ് XDX-1 XTX-02. ഇതെങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. സോ XTX-1 XTX-02 ആണ് ഇവിടുത്തെ എന്തായിട്ട് വരുന്നത്, സാറ്റലൈറ്റ് ആയിട്ട് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കണം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ദൗത്യത്തിൽ ഉപയോഗിച്ച 2 ഉപഗ്രഹങ്ങളാണ് XTX-01 XTX-02. അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. സോ 2026 ഇന്ത്യ നടത്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പദ്ധതി നീളുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഗഗൻയാൻ എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് അതിൽ അംഗമായിട്ടുള്ള മലയാളിയാണ്. ആ മിഷനിൽ അംഗമായിട്ടുള്ള 4 ആസ്ട്രോനോട്ട്സിൽ ഒന്നാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന മലയാളി. പിന്നെ അജിത് കൃഷ്ണനുണ്ട്, അങ്കദ് പ്രതാപ് ഉണ്ട്, ശുഭാൻഷു ശുക്ലയുണ്ട്. ഇതിൽ അങ്കദ് പ്രതാപും അതുപോലെ ശുഭാൻഷു ശുക്ലയും ഉത്തർപ്രദേശുകാരാണ്. അജിത് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരനാണ്. പിന്നെ മലയാളിയായിട്ടുള്ള നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹമാണ് ഈ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഈ ഒരു ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന മലയാളിയാണ്. നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരോട് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. സോ ആ ഒരു മിഷന്റെ പേരാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആക്സിയോം 4 എന്നാണ് കേട്ടോ. പ്രധാനപ്പെട്ട 4 ആസ്ട്രോനോട്ട്സ്, പെഗി വിറ്റ്സൺ, അതുപോലെ തന്നെ ഈ ശുഭാൻഷു ശുക്ല, ടിബോർ കബു, പിന്നെ ഒരു പോളണ്ടുകാരനുണ്ട്.
ഇങ്ങനെ 4 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ആക്സിയം 4 മിഷനിലെ യാത്ര ആരംഭിച്ചത്. ഒരുപാട് നീട്ടിവെക്കലുണ്ടായി. അവസാനം 2025 ജൂൺ 25-ന് അവർ പോകുന്നുണ്ട്. സോ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ വ്യക്തിയാണ് രാകേഷ് ശർമ്മ. എന്നാൽ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരൻ. 128/2025 സ്റ്റോർ കീപ്പർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. വേറെയും ഒരുപാട് പരീക്ഷകളിൽ ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. ശുഭാൻഷു ശുക്ല ആക്സിയം 4 മിഷൻ. ഓക്കെ, ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ. ഇനി ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 2023 നടന്ന ഒരു വിക്ഷേപണമാണെങ്കിലും ഇപ്പോഴും പല പരീക്ഷകളും ചോദിക്കുന്നുണ്ട്. സോ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 4 LVM-3 മാർക്ക് 4 എന്ന് പറയുന്ന റോക്കറ്റിലാണ്. സോ അത് ചന്ദ്രന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത ദിവസമാണ് 2023 ഓഗസ്റ്റ് 23. ഈ ഓഗസ്റ്റ് 23 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യവും എന്നാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം. ഓക്കെ, ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ്, എന്നാൽ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വിക്ഷേപണ തീയതിയാണ് 2023 ജൂലൈ 14. ഇനി അവിടെ എത്തിയതെന്നാണ് നമ്മുടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസമാണ് 2023 ഓഗസ്റ്റ് 23 ശിവശക്തി പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ശിവശക്തി പോയിന്റ്. അതുപോലെ ലാൻഡ് ചെയ്യാന്ന് പറയില്ലോ, ആ ലാൻഡറിന്റെ പേരാണ് വിക്രം. വിക്രം എന്ന് പറയുന്നത് കേട്ടോ. ലാൻഡറിന്റെ പേരെന്താണ്? വിക്രമാണ്. റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ എന്നാണ് റോവറിന്റെ പേര്. ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ് ലാൻഡറിന്റെ പേര്. ഓക്കെ, അടുത്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ കണ്ടെത്തിയത്? ഏതാണ്? സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ കണ്ടെത്തിയത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രന്റെ സൗത്ത് പോളില് നമ്മുടെ ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. സൾഫറിന്റെയാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 57/2025 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇനി ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇതിന് പ്രമേയം ഇവിടെ പറയുന്നുണ്ട്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം 2025 എന്നു പറയുന്നത് പ്രമേയം. അത് തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിനെ സ്മരണക്കാണ്. അത് അറിയാലോ. ഇത് ചൊവ്വ ഭ്രമണപഥത്തിന്റെ വിജയസൂചകമായുള്ള ആചരണമാണ്. അത് തെറ്റാണ്. ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെയാണ്, അല്ലാതെ ചൊവ്വയിൽ ഇറങ്ങിയതിൻ്റെ അല്ല. ഇനി ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ ആവേശവും അവബോധവും നൽകുന്നു. അത് ശരിയാണ്. അപ്പൊ ഇവിടെ 1, 3, 5 ശരി. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, പ്രമേയവും തെറ്റാണ്. അതിലെ ചൊവ്വയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പരാമർശിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 149/2025 ചോദിച്ച ചോദ്യമാണ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ് കേട്ടോ. 14 ഭൗമദിനങ്ങൾ എന്നുള്ളതാണ് 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. 14 ഭൗമദിനങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ റോക്കറ്റുകളെല്ലാം വിക്ഷേപിക്കുന്നത്, പ്രധാനപ്പെട്ട റോക്കറ്റ് എല്ലാം വിക്ഷേപിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. എന്നാൽ പുതിയൊരു ലോഞ്ചിങ് സ്റ്റേഷൻ കൂടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സോ അത് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിലാണ് വരുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ്?
കുലശേഖര പട്ടണമാണ്. ഇത് തമിഴ്നാട്ടിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട്. ഓക്കെ. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പുഷ്പക് എന്നാണ് കേട്ടോ. പുഷ്പക് എന്നാണ് ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പുഷ്പക് എന്നാണ് ഈ പദ്ധതിയുടെ, ഈ ഒരു റോക്കറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ 2025, 26 കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ കൂടെ 2026-ലും 2025-ലും ചോദിച്ച പ്രധാനപ്പെട്ട ISROയുടെ ദൗത്യങ്ങളെ കുറിച്ച് അതിന്റെ PYQs നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ISRO മിഷൻസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും നല്ല ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നല്ലൊരു മാർക്ക് ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. സോ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. CA പർവം എന്ന് പറയുന്ന സീരീസിന്റെ ആദ്യ ക്ലാസ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്, ISRO മിഷൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവില്ലേ, തീർച്ചയായിട്ടും എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ഒരു സീരീസ്, ഓക്കെ, ഈ CA പർവം എന്ന് പറയുന്ന സീരീസ് എല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം വരാൻ പോകുന്ന പരീക്ഷകളിലെല്ലാം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.